കൊല്ലത്ത് നിന്ന് നാടോടി സ്ത്രീ തട്ടിക്കൊണ്ടുപോയ 4 വയസ്സുകാരിയെ കണ്ടെത്തി. പത്തനാപുരം കുന്നിക്കോട് സ്വദേശിയായ 4 വയസ്സുകാരിയെ പന്തളത്ത് നിന്നാണ് കണ്ടെത്തിയത്. CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, അങ്ങനെ ഒരുപാട് ആശങ്കകൾ ഈ കുഞ്ഞ് എവിടേക്കാണ് പോയത്, അല്ലെങ്കിൽ ഈ അമ്മയുടെ മാനസിക വിഭ്രാന്തിയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആ ഒരു സാഹചര്യം ചൂഷണം ചെയ്തുകൊണ്ട് നാടോടി സ്ത്രീ രംഗപ്രവേശനം ചെയ്യുന്നു. അപ്പോൾ വലിയ അന്വേഷണമാണ് നടന്നത്. ഇപ്പോൾ ഇവരെ പിടിയിലാകുമ്പോൾ കുഞ്ഞിനെയും ലഭ്യമാണ്. ഇവരുടെ പശ്ചാത്തലം ക്രിമിനൽ ഈ ഇത്തരത്തിൽ മുൻപും അങ്ങനെ എന്തെങ്കിലും ഈ കുഞ്ഞുങ്ങളെ മോഷ്ടിക്കുന്ന സ്വഭാവമോ അല്ലെങ്കിൽ കടത്തുന്ന സ്വഭാവം ഒക്കെ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ, അങ്ങനെ കണ്ണികളൊക്കെ ഉള്ളവരാണോ എന്നൊക്കെ പോലീസിന് ലഭ്യമായ വിവരങ്ങൾ എങ്ങനെയാണ് ആശ്വാസം ലഭിക്കുമ്പോൾ കൂടി? കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയെയാണ് നാടോടി സ്ത്രീ തട്ടിക്കൊണ്ടുപോയത്. തികച്ചും യാദർച്ഛികമായാണ് പോലീസിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം വരുന്നത്. ഇന്ന് പന്തളം KSRTC ബസ് സ്റ്റാൻഡ് കടന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോയ KSRTC ബസ്സിൽ നിന്നാണ് കുട്ടിയെയും നാടോടി സ്ത്രീയെയും പോലീസിന് കസ്റ്റഡിയിൽ ലഭ്യമാകുന്നത്. പന്തളത്തു നിന്നും പുറപ്പെട്ട ആ ബസ്സിൽ തൃശ്ശൂരിലേക്കാണ് നാടോടി സ്ത്രീ ടിക്കറ്റ് ആവശ്യപ്പെട്ടത്. പക്ഷേ പൂർണ്ണ തുകയും ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. തുടർന്ന് കണ്ടക്ടർ ഇവരും തമ്മിലുള്ള സംഭാഷണത്തിൽ ഇവർ തമിഴ് കലർന്ന ഭാഷ സംസാരിക്കുകയും ഒപ്പം ഉണ്ടായിരുന്ന കുട്ടി യാദൃശ്ചികമായി മലയാളം സംസാരിക്കുകയും ചെയ്തതാണ് ഈ കേസിൽ വലിയ വഴിത്തിരിവായി മാറിയത്. കണ്ടക്ടർക്ക് സംശയം തോന്നുകയും ഇതര യാത്രക്കാർ കൂടി ഈ വിഷയത്തിൽ ഇടപെടുകയും വാഹനം നിർത്തുകയുമാണ് ഉണ്ടായത്. ഈ സമയം പന്തളം പോലീസ് സ്റ്റേഷന്റെ വാഹനം കടന്നു പോകുന്നത് കണ്ട് യാത്രക്കാർ വാഹനം കൈകാണിച്ചു നിർത്തി വിവരം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് സ്ത്രീയെയും കുട്ടിയെയും പോലീസ് കസ്റ്റഡി എടുക്കുകയാണ് ഉണ്ടായത്. വിശദമായി ചോദ്യം ചെയ്തുവെങ്കിലും നാടോടി സ്ത്രീ കാര്യമായ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറായില്ല. തൃശ്ശൂർ സ്വദേശിനി ദേവി എന്നുള്ള പേരാണ് ഇവർ പങ്കുവച്ചത്. പക്ഷേ ഇത് കളവാണ് എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. അതേസമയം തന്നെ സമീപ ദിവസങ്ങളിൽ ഏതെങ്കിലും മേഖലയിൽ കുട്ടികളെ കാണാതായതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ പിന്നീട് പന്തളം പോലീസ് ഏർപ്പെടുകയും അങ്ങനെ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ രാത്രി ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖലയിൽ അന്വേഷിച്ചപ്പോഴാണ് പത്തനാപുരം കുന്നിക്കോട് സ്വദേശിനി സാഹിറ എന്ന യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയാണ് ഇത് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത്. ചുരുക്കത്തിൽ പോലീസിന് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇന്നലെ രാവിലെ വീട്ടിൽ നിന്നും സാഹിറ അല്പം മാനസികമായ പ്രയാസമുള്ള സ്ത്രീയാണ് എന്നുള്ളതാണ് പോലീസിന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവർ കുട്ടിയുമായി കൊല്ലത്തേക്ക് പുറപ്പെട്ടു പോവുകയും അവിടെ KSRTC ബസ് സ്റ്റാൻഡിൽ കുട്ടിയും അമ്മയും ഇരുന്ന വേളയിൽ കുട്ടിയെ നാടോടി സ്ത്രീ തട്ടിയെടുത്തുവെന്നുള്ളതാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. കസ്റ്റഡിയിലുള്ള സ്ത്രീയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുൻപ് പ്രതീഷ് സൂചിപ്പിച്ചതുപോലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന റാക്കറ്റുകളുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള വിഷയങ്ങൾ പോലീസ് പരിശോധിക്കും. ശരി, CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ ഭാഗ്യമാണ്. കണ്ടക്ടറിന്റെ ഇടപെടലാണ്. ഈ സ്ത്രീ സംസാരിക്കുന്നത് തമിഴ് കലർന്ന ഭാഷയായിരുന്നു. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന കുട്ടി മലയാളം സംസാരിച്ചതാണ് ഒരു സംശയത്തിനിടയായതും. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരൊക്കെ ഇടപെടുകയായിരുന്നു. പിന്നീട് പോലീസിനെ അറിയിക്കുകയുമായിരുന്നു.